മിഥുൻ മിഥുൻ അവിടെ ന്യൂസ് ഡെസ്കിലുണ്ട്. മിഥുൻ, നമുക്ക് ഇപ്പോൾ പല പല അഭ്യൂഹങ്ങൾ സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും പല ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴും എന്താകും ആ നിർമ്മലയുടെ മനസ്സിൽ? കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്ന് തുടർച്ചയായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. എല്ലാ മേഖലകളും മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിക്ക് നിർമ്മലയുടെ ചില ഉറപ്പുകൾ കൂടി വേണ്ടിവരും, ചില പ്രഖ്യാപനങ്ങൾ കൂടി വേണ്ടിവരും. അതിനായി കാത്തിരിക്കുകയാണ് രാജ്യം. തീർച്ചയായും, അതായത് നിർമ്മലാ സീതാരാമൻ അത്തരത്തിലൊരു ഇടക്കാല ബജറ്റാണ്, അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, നേരത്തെ പീയൂഷ് ഗോയൽ ധനമന്ത്രിയായിരിക്കെ ഈ കീഴ്വഴക്കങ്ങളൊക്കെ തെറ്റിച്ച് ഒരു ചരിത്രം ആവർത്തിക്കുകയും ചെയ്തു, വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടതുകൊണ്ട് ഇപ്പോൾ ഏത് തരത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും പ്രതിപക്ഷ തരത്തിലേക്ക് വലിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അത് ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ ഇതൊരു ഈസി ബജറ്റ് അവതരണം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയും അത് ഈ ബജറ്റ് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബജറ്റ് അവതരണം 11 മണിയോട് കൂടി തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കേരളത്തിൽ നിന്ന് അല്പസമയത്ത് മുമ്പ് നമുക്ക് അറിയാൻ സാധിച്ചത് കേരളത്തിൽ നിന്ന് ചിരകാല സ്വപ്നം തന്നെയാണ് എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ. അതിൽ ഇത്തവണയും അത്തരത്തിലുള്ള റിക്വസ്റ്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിൽ നിന്ന് കൂടുതൽ, അതായത് അടിസ്ഥാന സൗകര്യം വികസനവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലുണ്ട്. അതിൽ റെയിൽവേ തലത്തിലായാൽ തന്നെ കൂടുതൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുമെന്നും കൂടുതൽ സ്റ്റേഷനുകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ കാർഷിക രംഗത്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അതിനുള്ള ആവിഷ്കാരം ഉണ്ടാകുമെന്നും തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവാസി ലോകവുമായി ബന്ധപ്പെട്ടാണ്. പ്രവാസികൾക്ക് ഈ അവരുടെ ടാക്സ് റീഫണ്ടേഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള നൂലാമാലകളുണ്ട്. അതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നതിന് അതിന് കൂടുതൽ ലളിതമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായത് തന്നെയാണ്. അത് പ്രവാസി ലോകവും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2019 ബജറ്റിലെ പ്രഖ്യാപനത്തിൽ പോലെ തന്നെ ഒരു ഏതെങ്കിലും തരത്തിൽ അന്നത്തെ സുപ്രധാന പ്രഖ്യാപനങ്ങളൊന്നും ഇതായിരുന്നു. അതായത് ആദായ നികുതി റിബേറ്റ്, ഒപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയും ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട 2 പദ്ധതികൾ. അത്തരത്തിൽ വലിയ കർഷകർക്ക് ഒപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു സുപ്രധാന ജനക്ഷേമ ബജറ്റ് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷയിലാണ് രാജ്യമുള്ളത്.